കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മെർക്കുറി പ്രിപ്പറേഷൻ, അതായത് രസനിർമ്മാണം. അതുപോലെ തന്നെ അങ്ങനെ കളക്ട് ചെയ്യുന്ന മെർക്കുറി എങ്ങനെ ശുദ്ധീകരിക്കുന്ന വിധമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാഷാണങ്ങളിൽ അരച്ച് പച്ചിലച്ചാറുകളിൽ ശുദ്ധി ചെയ്യുന്ന മെർക്കുറി ഇതുപോലെ അഗ്നിസ്ഥായി ആക്കാൻ പറ്റും. സാധാരണ അന്തരീക്ഷോഷ്മാവിൽ ബാഷ്പമായി പോകുന്ന മെർക്കുറി ഇത്രയും കൂടിയ ഹീറ്റിൽ നമുക്ക് അഗ്നിസ്ഥായി ആക്കി പോകാതെ നിലനിർത്താൻ പറ്റുന്നതാണ്. അതാണ് ചൂടാക്കി കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ശേഷം ഇതിനെ നമ്മൾ സ്ഫുടം വെക്കുന്നതിൻ്റെ ആയിട്ടുള്ള വേറൊരു രീതിയാണിത്. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ലോഹമാക്കി, അതായത് ലിക്വിഡ് ഫോം ഓഫ് മെർക്കുറി സോളിഡ് ഫോം ഓഫ് മെർക്കുറി ആക്കി മാറ്റാനായിട്ടും അതുപയോഗിച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാനും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് സൃഷ്ടിച്ചു തരുന്ന ഒരു മാന്ത്രിക മെറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ റിസൾട്ട് അതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആ മാന്ത്രിക മെറ്റൽ നമുക്ക് ഉണ്ടാക്കാനുമായിട്ട് നമുക്ക് പറ്റുന്നതാണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള പ്രോസസ്സുകളെല്ലാം തന്നെ ഇതിൽ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ ലൈറ്റർ വെച്ച് ഓവർ ഹീറ്റാക്കിയിട്ട് അഗ്നിയിലും സ്ഫുടം ചെയ്ത് നിൽക്കുന്ന, അഗ്നിയിൽ സ്ഥായിയായി നിൽക്കുന്ന ഒരു വലിയ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പലവിധമായിട്ടുള്ള ഹീറ്റ് പ്രോസസ്സിംഗ് ആണ് ഇതിൽ ചെയ്യുന്നത്. പലവിധമായിട്ടുള്ള ഹീറ്റ് പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് ഇത് തുടർന്നും അങ്ങനെ ചെയ്യണം. ഓരോ കാര്യങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക. പല പാഷാണങ്ങളിലും പല മെഡിസിനുകളിലും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് അഗ്നിസ്ഥായിയായിട്ട് നിലകൊള്ളുന്നതിനോടൊപ്പം തന്നെ നമുക്കുള്ളൊരു സോളിഡ് ഫോം ഓഫ് മെർക്കുറി ആക്കിയെടുക്കാൻ പറ്റും. സോളിഡ് ഫോം ഓഫ് മെർക്കുറി ആക്കിയെടുക്കുന്നു. അതിൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ കാണിക്കുന്നു. ഇതിൽ മെർക്കുറി ഉണ്ട്. ഈ മെർക്കുറി ഇപ്പോൾ അഗ്നിസ്ഥായി ആയതിന് കാരണം തന്നെ ഇത് ആവിയായി പോകത്തില്ല, അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ വേപ്പറൈസ് ചെയ്ത് ഇതിൽ നിന്നും പോകുകയല്ല. അങ്ങനെ രസമണി കെട്ടാം, അല്ലെങ്കിൽ ആഭരണങ്ങൾ നമുക്കുണ്ടാക്കാം. അതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് യഥാർത്ഥ രസമണി അണിഞ്ഞവർക്കറിയാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിമിത്തമാണെന്ന് കരുതുക. അതുപോലെ രസമണി അല്ലെങ്കിൽ രസം കൊണ്ടുള്ള മെറ്റൽ കൊണ്ടുള്ള ആഭരണങ്ങൾ ആവശ്യമാണെങ്കിൽ ലൈവായിട്ട് കെട്ടിക്കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ സമീപിക്കുക. 97 47 08 5586 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ കട്ട് ചെയ്യൽ, ബാക്കി ഭാഗങ്ങളാണ് കാണുന്നത്. ഇതല്പം പോസ് ചെയ്ത് പോയി വീഡിയോ പിടിച്ചപ്പോൾ. അതുകൊണ്ട് ഇത് നമ്മൾ ഇപ്പം എടുത്തിരിക്കുന്ന ഈ ലോഹം ഒരു തുണിയിൽ പിഴിഞ്ഞെടുക്കുക. അതിൽ ബാക്കി വന്നിരിക്കുന്ന ലിക്വിഡ് ഫോം ഓഫ് മെർക്കുറി അതിൽ പിഴിഞ്ഞെടുക്കുക. പിന്നെ സോളിഡ് ഫോം ഓഫ് മെർക്കുറി ആണ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഇതുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ തൂക്കം 38 ഗ്രാമോളം ഉണ്ട്. ഇത് ശരിക്കും പക്ക മെർക്കുറി മെറ്റലാണ്. മെർക്കുറിയെ നമുക്ക് മെറ്റലാക്കാൻ പറ്റും. ഇത് കള്ളത്തരമല്ല, യാഥാർത്ഥ്യമാണ്.